ഡിങ്കി ബോട്ടിൽ നാവികസേനയുടെ ഒരു സംഘം ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തുകയാണ്. ഡൈവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അടിയൊഴുക്ക് ശക്തമാണ് ഗംഗാവലി പുഴയിൽ എന്ന് തന്നെയാണ് വലിയ പ്രതിസന്ധിയാകുന്നത്. പക്ഷേ ഏറ്റവും അക്യുറേറ്റായ വിവരം ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലഭിക്കുകയാണെങ്കിൽ സ്കൂബ ഡൈവേഴ്സിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഇപ്പോൾ ലഭിച്ച സിഗ്നലുകൾ അനുസരിച്ചുള്ള പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ വിവരം നാവികർക്ക് കൈമാറുക എന്നതാണ് ലക്ഷ്യമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതുവരെ ലഭിച്ച ഡാറ്റ അവർ ഡീകോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബോഡി ഹീറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല, അത്തരത്തിലൊരു സാന്നിധ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇത്രയധികം മണിക്കൂറുകൾ അതായത് ഉച്ച മുതൽ നടത്തിയ പരിശോധനയിൽ ഏറ്റവും ആദ്യം കണ്ടെത്തിയത് 3 സ്പോട്ടുകൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക എന്നതാണ്. അതിൽ രണ്ടാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി കൃത്യമായ ഒരു പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഡ്രോൺ പരിശോധന തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ഒരുപക്ഷേ ഈ ഡാറ്റ ഡീകോഡ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം. അങ്ങനെ ഡീകോഡ് ചെയ്തതിൽ നിന്ന് ലഭിച്ച ഏറ്റവും നിർണായകമായ വിവരമാണ് മനുഷ്യ സാന്നിധ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത്. അതായത് ബോഡി ഹീറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത്, മനുഷ്യ സാന്നിധ്യം, ശരീര സാന്നിധ്യം കണ്ടെത്താനായില്ല എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഒരു അപ്ഡേറ്റ് ആയി വരുന്നത്. ഇനി കുറച്ചുകൂടി തണുത്ത സമയത്ത്, അതായത് തണുത്ത താപനിലയിൽ രാത്രി സമയത്ത് പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഈ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘവും അവിടെ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇതിൽ വൈദഗ്ധ്യം ഉള്ള ആളുകളുണ്ട്. റഡാർ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. ദീപക് മലയമ്മ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ദീപക്, അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ ടീമിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മനുഷ്യ സാന്നിധ്യം, അതായത് ബോഡി ഹീറ്റ് എന്നിവർ ഉപയോഗിക്കുന്ന ടൈമാണ്, മനുഷ്യ സാന്നിധ്യം, ശരീര സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ദൗത്യം പോകേണ്ടിയിരിക്കുന്നു. കൂടുതൽ കാര്യക്ഷമമായ ഒരു പരിശോധനയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാത്രിയും ഡ്രോൺ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദീപക്. വിനീത, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഡ്രോൺ പരിശോധന പുനരാരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കിട്ടിയ വിവരങ്ങൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നിലവിൽ നടത്തിയ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം ലോഹപാർട്ടിന്റെ ആ ഭാഗത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് രാത്രിയിലും ആ പരിശോധന വീണ്ടും നടത്താനുള്ള തീരുമാനവും ഇതിനോടകം എടുത്തിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണമായി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് ഡ്രോൺ പരിശോധനകൾ വഴി പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുക എന്ന നടപടിയിലേക്കായിരിക്കും എത്തുക എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ ഏതാണ്ട് 10 തവണ ആദ്യഘട്ടത്തിൽ, പിന്നീട് പലതവണയായി നദിക്ക് മുകളിൽ ഇത്തരത്തിൽ ഡ്രോൺ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പരിശോധനകളിലെല്ലാം തന്നെ ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിക്കാൻ അല്പം സമയമെടുക്കും. അത്തരത്തിൽ അത് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അതിൽ എത്രത്തോളം ആക്യുറസി ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ലഭിച്ച വിവരം അനുസരിച്ച് അത് ഡൽഹിയിലേക്ക് അയച്ചതിന് ശേഷം അവിടെയും കൂടുതൽ ക്രോഡീകരണത്തിന് വേണ്ടി വിധേയമാക്കുമെന്നുള്ളതാണ്, അവലോകനത്തിന് വേണ്ടി വിധേയമാക്കുമെന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക. അതായത് ദീപക്, ഈ ശക്തമായ അടിയൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അക്യുറേറ്റ് ആയ സ്പോട്ടാണ് നാവികസേന സംഘത്തിന് വേണ്ടത്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്ക് സ്കൂബ ഡൈവേഴ്സിന് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു പാളിച്ചയും ഇല്ലാതെ കൃത്യമായി ഡീകോഡ് ചെയ്യുക എന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ. അതായത് നേരത്തെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ ഒരു ദൗത്യം നടക്കുന്ന മേഖലയിൽ അത്രത്തോളം സീരിയസ് ആയി ഗഹനമായി കാര്യങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന നടപടിക്രമങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി പുറത്തേക്ക് വരുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇനിയിപ്പോൾ രാത്രി വീണ്ടും ഡ്രോൺ പരിശോധന നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. തണുത്ത അന്തരീക്ഷത്തിൽ അത്തരത്തിലൊരു പരിശോധന കൂടി നടത്തി നോക്കാനുള്ള തീരുമാനം ഇതിനോടകം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വന്ന പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3 പാർട്ടുകളായിട്ടാണ് ലോഹ സാന്നിധ്യം ഉള്ളത് എന്ന് സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും പിന്നീട് അതിനുശേഷവും വീണ്ടും ഡ്രോൺ പരിശോധന നടത്തിയ ഘട്ടത്തിൽ അതിന്റെ ക്യാബിൻ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ അത് പൂർണ്ണമായും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ നദിയിലെ കുത്തൊഴുക്ക് വലിയ രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഡൈവേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്താനും നിലവിൽ സാധിച്ചിട്ടില്ല. ഒരു സംഘം മാത്രമാണ് നിലവിൽ നദിയിൽ തുടരുകയും ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ രാത്രി ഒരു പരിശോധന കൂടി
ഡ്രോൺ ഉപയോഗിച്ച് നടത്തുക. അത് കാലാവസ്ഥ അത്രയും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധന രാത്രിയിൽ കൂടി നടത്തിയതിനു ശേഷമായിരിക്കും പിന്നീട് അതിന്റെ പൂർണ്ണമായ ഒരു വിവരത്തിലേക്ക്, അതായത് ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ആ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ച് ഡൽഹിക്ക് അയച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദഗ്ധ അഭിപ്രായങ്ങൾ കൂടി ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് മേജർ ഇന്ദ്രപാലും സംഘവും എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഇന്നത്തെ ദിവസം ഈ പറഞ്ഞതുപോലെ വലിയ ഒരു ഡൈവിംഗ് ദൗത്യത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത തുച്ഛമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വൈകിട്ട് 5 മണി സമയത്തോട് അടുക്കുകയാണ്. ഒപ്പം തന്നെ നദിയിൽ ഒരു നമുക്ക് അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത്. അതൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ദൗത്യം ഒരു പക്ഷേ നാളേക്കും നീളാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്.